നമ്മളെ പശുവിനെയാണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറേ ദിവസമായി പശുവിനെ എടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഓക്കെ, നമ്മളെ വെടി ഫ്രണ്ടാണോ ബ്രോ? നമുക്ക് പോകാൻ കഴിയും. നമ്മളെ ഹെൽത്തൊക്കെ ഹായ് കൊടുക്കാം. നമ്മളെ മറ്റേ ഫ്രണ്ടിനെ പോലെ ആവല്ലേ. ഹായ്. അത് നമ്മളെ കുഞ്ഞുവാണെങ്കിൽ ഫ്രണ്ട്. ഓക്കെ, അവന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാൻ. അവൻ്റെ പേരിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ, അവൻ്റെ പേരെന്നെ പേരെന്തിനാ? ഓക്കെ, ഇതാണ് നമ്മുടെ പശു. വലിയ കാര്യമൊന്നുമില്ല പശു എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ റേസോ നമ്മൾ ഒരു മിനിറ്റും കൂടെ വേണം ഗൈസ് ഫുൾ ഗ്രോത്ത് അടിക്കാൻ. എന്നാൽ ഞാനൊന്ന് ഫുൾ ഗ്രോത്ത് അടിക്കട്ടെ. ഇതാണ് പശു. ഓക്കെ, ഞാൻ പറഞ്ഞ പശു വലിയ ഇതൊന്നുമില്ല. എൻ്റെ അറ്റാക്കൊന്നും അത്രയ്ക്ക് പോലെ കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാ ഡൈനോസറിനും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തത്. അല്ലാതെ എനിക്കിഷ്ടമില്ലൊന്നുമില്ല. അതുകൊണ്ട് അവിടെ റാപ്റ്ററൊക്കെ ഉണ്ട്. പിന്നൊക്കെ അടിച്ച് റാപ്റ്റർ പറഞ്ഞു പോയി. ഓക്കെ, ഇതെന്താ റാപ്റ്റർ വന്നു. ഫ്രണ്ടാണോ? ഇവനൊക്കെ നമുക്ക് തൂക്കാം. പറ്റുമെന്ന് നോക്കാം കേസ്, അല്ലാതെ ഉറപ്പായിട്ട് പറയത്തില്ല. നമുക്ക് ഫുഡ് വേണം. ഇതാക്കണോ? ഇല്ല, ഫ്രണ്ടാ. വന്നപ്പോൾ തന്നെ എല്ലാവരും കൂട്ടാവുന്നല്ലോ. ഇന്ന് അടിയൊന്നും ഇല്ലേ? അവൻ്റെ അടുത്ത് നമ്മൾ പിടിച്ചെങ്കിട്ടില്ല. ഓക്കെ, അത് നമ്മളെ തീർക്കും. ഞാനാണെങ്കിൽ ഇന്ന് എഗ്ഗൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഗൈസ്. നമുക്കതാ ഇവിടെ നമ്മുടെ ഡൈനോസറിൻ്റെ ലെവൽ 0 ഇച്ചിരി കൂടുതൽ അടിച്ചോട്ടെ ഗൈസ്. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അടിച്ച് 2% ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനാവും. അല്ലെങ്കിൽ ഡയറ്റൊക്കെ നോക്കി സെറ്റ് ചെയ്താൽ മതി. ഇത് വലിയ സംഭവം. ഇതിൻ്റെ അറ്റാക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു അറ്റാക്ക് കേട്ടോ. ഇതിൻ്റെ ചവിട്ട് കിട്ടിയാൽ തീരും, അത് നോക്കുക. പിന്നെ ഇത് അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ ചോട്ടയാണെങ്കിൽ അത്യാവശ്യം, ഇപ്പോൾ ചോട്ടയല്ല, ഇപ്പോൾ ഫുൾ ഗ്രോത്ത് അടിച്ചിട്ടുള്ള ഒരു പാവം പശുവാണ് നമ്മൾ. പശു എന്ന് പറയാൻ കിട്ടും. അല്ലാതെ പിന്നെ എൻ്റെ പേര് ശരിക്കുള്ള പേര് എനിക്ക് പോലും അറിയത്തില്ല. മുതലാണോ? മുതല വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെടി തീരും കേട്ടോ, അത് ഉറപ്പാണ്. ആറത് പഠിച്ച് അയ്യോ, നമ്മുടെ ഫ്രണ്ട് എന്തി? ഫ്രണ്ട് രക്ഷിക്കേ. നമ്മൾ എഗ്ഗ് സെറ്റ് ചെയ്യാൻ വന്നതല്ല, അല്ലാതെ ചാവാൻ വന്നതല്ല. കാരണം ബാക്കി വാ. ചോട്ടയാടാ, കാരണം ചോട്ട അടിക്കുക. കാരണം അത്രേ ഉള്ളൂ. നീ കാരണം കിട്ടി. ചതിയൻ കാരണം വെള്ളത്തിൻ്റെ അവിടെ കിടക്കുന്നത് രസമില്ല, നല്ല കാര്യമല്ല കേട്ടോ. കൊടുത്തു കാർണോസ് കൊടുത്തു. നമുക്ക് എഗ്ഗ് സെറ്റ് ചെയ്താലോ വയസ്സ്, അതിനു വേണ്ടിയായിരുന്നേ. അത്രേ ഉള്ളൂ. കാരണം കൊല്ലി കണ്ടോ, ഒരു വൈബ്രേറ്റ് അടിച്ചപ്പോഴേ ഞാൻ ഓർത്ത് കാരണമായി. ഓക്കെ, ഇത് വന്നില്ലേ? ഓക്കെ, എഗ്ഗ് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. അമ്മാരെ ഓടിപ്പോയോ? കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി മാറി സെറ്റ് ചെയ്യാം. നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. അമ്മാരെന്ത് ചെയ്യും? കാരണം ഓടിച്ചിട്ട് പോയി. നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് സേഫല്ല. നമ്മൾ അത്യാവശ്യം വലിപ്പമാണ്. നമുക്ക് എന്ത് വന്നാലും അടിച്ച് കാരണം കണ്ടില്ലേ? നമ്മൾ മിക്കവാറും ഫുൾ ഗ്രോത്ത് അല്ല, ചോട്ട. ഓക്കെ, ഇങ്ങനെയാണ് എഗ്ഗ് സെറ്റ് ചെയ്ത് കാണിച്ചത്. ഞാൻ പുട്ട് ചെയ്തിട്ടുണ്ട് എഗ്ഗ്. ഇതാണ് എൻ്റെ എഗ്ഗ്. എന്നിട്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ, 27. ഇങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പ്ലേസ് ഫുഡ് ഇൻ ടു ദ നെക്സ്റ്റ് ഫുഡ് വേണം. ഫുഡ് എങ്ങനെ നമ്മൾ കല്ലടിയോ? ഇല്ല, നമ്മൾ ഫുഡ് എടുക്കണം. കഴിച്ചിട്ട് വിട്ടോ. നമ്മൾ എഗ്ഗിൻ്റെ അടുത്തോട്ട് പോകണം.
എവിടെയാണ് നമ്മുടെ എഗ്ഗ്? എവിടെ എഗ്ഗ് ഉണ്ട്? അയ്യോ, സ്വന്തം എഗ്ഗ്. ഇതാണ് നമ്മുടെ എഗ്ഗ്. ഇനി ഇവിടെ ഇരിക്കുക. ഞാൻ ആലോചിച്ചില്ല, എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. 26, 35 ഇത് ഇങ്ങനെ ആവട്ടെ ഗൈസ്. ഗൈസ് ഞാനൊന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ തിന്നു ഗൈസ്. ആ ചോട്ട റാപ്റ്റർ അത് നമ്മുടെ ദൈവത്തിൽ കയറി നമുക്ക് ഉൾപ്പെട്ടാ. വട ഡിലോ വൺ ഷോട്ടി തീർക്കാം. ഡിലോ ഫ്രണ്ട് ആണെങ്കിൽ ചോട്ടാ കാരണം നന്നായി നല്ലി. ഓക്കെ, നമ്മൾ എഗ്ഗ് പിന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചാത്തൊരു സമയത്തായിരുന്നു. വേറെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രോന്ന് അവിടെ ചോട്ട വന്ന് നമ്മളെ കൊന്നത്. ചോട്ട വന്ന് നമ്മുടെ എഗ്ഗ് തിന്നു. എനിക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ കയറി ഒന്ന് കിടക്കട്ടെ. ചോട്ടയെ കൊല്ലണം. ചോട്ട നമ്മുടെ എഗ്ഗ് തിന്നു. ഈ സമയം എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നത് ഒറ്റ ചോട്ട. അയ്യോ, നമ്മൾ തീർത്ത് കിളി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കിളി പറന്ന് നടക്കുന്നു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയി ചത്ത് നമ്മൾ വരുന്നു. നമ്മുടെ കാലൊടുങ്ങി. എടാ കിളിയെ എങ്ങനെ അടിക്കണം? കിളിക്ക് കിട്ടി, എനിക്ക് കിട്ടി. നമ്മുടെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് കിളി കണ്ടു. കിളി വരുന്നത്തോട്ട് കിളി നമ്മളെ കയറുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിളി ഇനിയും ഞാൻ പശുവിനെ എടുത്തുകൊണ്ട് വരാം. സീനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കൂടെ ബെല്ലൈക്കനും പുതിയ വീഡിയോ വരെ.